അലർജി കൂടുതലുള്ള ദിവസങ്ങളിൽ തലവേദന ഉണ്ടാവാറുണ്ടോ? മൂക്കടഞ്ഞ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, കൂടെ കണ്ണിന് ചുറ്റും നെറ്റിയിലും ഒരു പ്രഷർ പോലെയുള്ള ഫീലിംഗ്, തല ഹെവി ആയ പോലെ തോന്നുക. എന്തുകൊണ്ടാണ് അലർജി ഉള്ളവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരുന്നത്? ഇതെങ്ങനെ കുറയ്ക്കാം? ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് നമ്മുടെ അലർജിക് റൈനൈറ്റിസ് അവയർനെസ് സീരീസിന്റെ 18ാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസ് മിസ്സാവാതിരിക്കാൻ ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. അലർജി ഉള്ളപ്പോൾ വരുന്ന എല്ലാ തലവേദനയും സൈനസ് ഇൻഫെക്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. അലർജി കാരണം മൂക്കിനുള്ളിലെ ടിഷ്യൂ വീർക്കുകയും മൂക്കടയുകയും ചെയ്യാം. ഇതോടൊപ്പം മൂക്കിനും സൈനസ് ഭാഗങ്ങൾക്ക് ചുറ്റും പ്രഷർ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം. അതുകൊണ്ട് ചിലർക്ക് നെറ്റിയിലും കണ്ണിനു ചുറ്റും മുഖത്തും പ്രഷർ പോലുള്ള വേദനയും തല ഹെവി ആയിട്ടുള്ള ഫീലിങ്സും ഉണ്ടാവുന്നത്. ഇനി ഇത് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? ഒന്നാമത്, മൂക്കടപ്പ് കുറയ്ക്കുക. സലൈൻ നേസൽ സ്പ്രേ അല്ലെങ്കിൽ സലൈൻ നേസൽ റിൻസ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മൂക്കിനുള്ളിലുള്ള അധികമുള്ള മ്യൂക്കസിനെ ഒഴിവാക്കാനും അതുപോലെ അലർജൻസിനെ ക്ലിയർ ചെയ്യാനും കൺജഷൻ കുറയ്ക്കാനും സഹായിക്കും. രണ്ടാമതായി, നിങ്ങളുടെ കണ്ണിന് ചുറ്റും പഫിനെസ്സും ഇറിറ്റേഷനും ഉണ്ടെങ്കിൽ കോൾഡ് കംപ്രസർ പരീക്ഷിക്കാവുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി തണുത്ത വെള്ളത്തിൽ മുക്കി നിങ്ങൾക്ക് അടച്ച കണ്ണുകളുടെ മുകളിൽ കുറച്ചു നേരം വെക്കാം. ഐസ് നേരിട്ട് സ്കിന്നിൽ വെക്കാത്തതാണ് നല്ലത്. മൂന്നാമതായിട്ട്, വളരെ ചൂടുള്ള സ്റ്റീം എടുക്കരുത്. സ്റ്റീം എടുത്താൽ അലർജി മാറില്ല. വളരെ ചൂടുള്ള ആവിയാണെങ്കിൽ അത് നിങ്ങളുടെ മൂക്കിനുള്ളിൽ പൊള്ളൽ ഏൽപ്പിക്കാനും ഇറിറ്റേഷൻ കൂട്ടാനും കാരണമാകും. നാലാമതായിട്ട്, നിങ്ങളുടെ തലവേദനയുടെ പാറ്റേൺ ശ്രദ്ധിക്കുക. ഡസ്റ്റ് എക്സ്പോഷറിന് ശേഷമാണോ തലവേദന വരുന്നത്? അതോ മൂക്കടപ്പിനൊപ്പം മാത്രമാണോ? അതോ വെളിച്ചവും ശബ്ദവും ഒക്കെ സഹിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? അതിന്റെ കൂടെ നോസിയ അനുഭവപ്പെടാറുണ്ടോ? കാരണം അലർജി ഉള്ള ഒരാൾക്ക് ഹെഡേക്ക് വരുന്നത് കൊണ്ട് മാത്രം അത് അലർജി കാരണമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. മൈഗ്രെയിൻ പോലുള്ള തലവേദനകളിലും മൂക്കടപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് വീണ്ടും വീണ്ടും വരുന്ന തലവേദന എപ്പോഴും സൈനസ് ഹെഡേക്ക് ആണെന്ന് കരുതരുത്. അതുപോലെ പനി, കട്ടിയായിട്ടുള്ള മൂക്കൊലിപ്പ്, ശക്തമായിട്ടുള്ള ഫേഷ്യൽ പെയിന് എന്നിവ കൂടെ ഉണ്ടെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻ പോലുള്ള മറ്റു കാരണങ്ങൾ കൂടെ പരിശോധിക്കേണ്ടി വരും. തലവേദന വളരെ ശക്തിയായി പെട്ടെന്ന് തുടങ്ങുക, കാഴ്ചയിലുള്ള മാറ്റം, ബലക്കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. മൂക്കടപ്പ്, അലർജിയുടെ സിംറ്റംസ്, തലവേദനയുടെ പാറ്റേൺസ്, ട്രിഗേഴ്സ് എന്നിവ കൂടെ മനസ്സിലാക്കിയാണ് ഞാൻ കൃത്യമായിട്ടുള്ള ചികിത്സ അവർക്ക് നിർദ്ദേശിക്കാറുള്ളത്. അലർജി കാരണം ചെവി അടയുകയോ നിങ്ങളുടെ കേൾവി കുറഞ്ഞ പോലെയോ തോന്നാറുണ്ടോ? അതെന്തുകൊണ്ടാണെന്നും എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ.